ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിന്നൊരു വേർമിസെലി ഫ്രൂട്ട് കസ്റ്റർഡ് ആക്കിയാലോ. അതിനായിട്ട് നമുക്കൊരു പാത്രം ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കാം. ഞാനിവിടെ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്, അതൊന്ന് വറുത്തെടുക്കാം. സേമിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് കുറച്ച് കളർ മാറുന്നവരൊന്ന് വറുത്തെടുക്കാം. സേമിയ വറന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ പാത്രത്തിൽ നമുക്ക് കുറച്ച് പാലൊഴിച്ചെടുക്കാം. ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു കണക്കിന് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി തിളച്ച് വന്ന പാലിലേക്ക് നമുക്ക് സേമിയയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മിക്സാക്കിയിട്ട് അതവിടെ നിന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഒരു 1.5 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഞാനൊരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സാക്കിയതിന് ശേഷം നമുക്ക് ആ കസ്റ്റാർഡ് കലക്കിയത് ആ പാലിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ടൈറ്റായിട്ട് വരും. അപ്പോൾ നമുക്കൊന്ന് അത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട്, എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ആപ്പിളും ഒരു അനാറും ഒരു 3-4 മുന്തിരി എടുക്കുന്നുള്ളൂ. അപ്പോൾ ആപ്പിളൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ഉള്ളത് അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇതേ ഫ്രൂട്ട്സ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ മുന്തിരിയും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഉറുമാമ്പഴം കൂടി ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് 3-4 മണിക്കൂറിന് ശേഷം. പിന്നെ കസ്കസ് ഒന്ന് വെള്ളത്തിലിട്ടിന് ഞാൻ അതൊന്ന് ബൗളിലേക്ക് 1 സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച വേർമിസെലി മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രൂട്ട്സ് ആപ്പിളും ഉറുമാമ്പഴവും മുന്തിരിയും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. വീണ്ടും മിക്സ് തന്നെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി തണുത്തിട്ട് വേണം കഴിക്കാൻ, എന്നാൽ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുള്ളൂ. അപ്പം വീണ്ടും മിക്സ് ഒഴിച്ച് കൊടുത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണുള്ളത് അത് ആഡ് ചെയ്യാം. വീണ്ടും കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള വേർമിസെലി ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. UAE ചൂടിനൊക്കെ ഉച്ച സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.